ഹലോ നമസ്കാരം, ഞാൻ RJ അനു. രുചിക്കൂട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ കോക്ടെയിൽ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോക്ടെയിൽ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാകും കോക്ടെയിൽ എന്ന ബിരുദൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റി. അപ്പോൾ എന്തായാലും പോകാം നമുക്ക് നമ്മുടെ കോക്ടെയിൽ ഉണ്ടാക്കാൻ. കണ്ണൂർ കോക്ടെയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച് നിൽക്കുന്നൊരു ഡ്രിങ്കാണ് നമ്മുടെ ഈ ഒരു കോക്ടെയിൽ. ഡ്രിങ്ക് അല്ല കേട്ടോ, അതൊരു എന്താ പറയുക, ഒരു ജ്യൂസിയും അല്ല ഡ്രിങ്കും അല്ലാത്തൊരു ഷെയ്ക്കാണ് ആ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് കണ്ണൂർ കോക്ടെയിൽ. ഇപ്പോൾ കോക്ടെയിലിന് 2-3 ഐറ്റംസ് എനിക്ക് അവൈലബിൾ അല്ലാത്തത് കാരണം ഞാനത് എടുത്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കോക്ടെയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് വേവിച്ച ക്യാരറ്റ്, അതുപോലെ പപ്പായക്ക് കർമൂസ് അല്ലേ, കർമൂസ് എന്ന് പറയും നമ്മളിവിടെ, പപ്പായ അല്ലെങ്കിൽ എന്താ പറയുക, അതിന് കപ്പക്ക എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ പാല് അധികം ഞാൻ അത് കട്ടയാക്കിയിട്ടില്ല കേട്ടോ, എനിക്കധികം തണുപ്പ് വേണ്ടാത്തത് കാരണം ഞാൻ കട്ടയാക്കിയിട്ടില്ല. പിന്നെ ഇച്ചിരി നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അതായത് രണ്ട് ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് മുന്തിരി, മറ്റേത് നമ്മുടെ വാട്ടർമെലൺ. പിന്നെ ഉള്ളത് നട്ട്സിൽ ഉള്ളത് ഇതാണ് കേട്ടോ, നമ്മുടെ അണ്ടിപ്പരിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ വേവിച്ച ക്യാരറ്റും പപ്പായയും നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ജാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഒരു മിനിറ്റ്, കൈവച്ചെടുത്തിടാം. അപ്പോൾ എന്തായാലും ഞാനിത് ജാറിലോട്ട് ഇടുകയാണ്. നമുക്ക് അടിച്ചെടുത്തിട്ട് പപ്പായ നോക്കണം കേട്ടോ, കൂടി ചേർന്നാൽ അധികം മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഐസ്ക്രീം കൂടി ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല കേട്ടോ, അത് കാരണമാണ് ഞാൻ ഐസ്ക്രീം ഇടാതെ പോകുന്നത്. അപ്പോൾ പപ്പായയും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീമും അതുപോലെ പാൽപ്പൊടിയും കൂടെ ചേർക്കണം. പാൽപ്പൊടിയും ഇല്ല, ഈ 2 ഐറ്റംസാണ് എനിക്ക് കിട്ടാതെ പോയത്. ഒന്നാമത് പാൽപ്പൊടിയും, മറ്റേത് നമ്മുടെ ഐസ്ക്രീമും. പിന്നെ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ പാല്, തണുപ്പുള്ള പാല്. ഓൾറെഡി ഇത് ഷേക്കിൻ്റെ രൂപത്തിലായിരിക്കും, അത് കട്ടപ്പാലാണെങ്കിൽ വല്ലാതെ കുറുകിയിരിക്കും. ലൂസാണെങ്കിൽ നമുക്കൊരു ഷേക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും, അത്യാവശ്യം ഒരു കുറുക്കൽ നമുക്ക് കിട്ടും കേട്ടോ. അത്രയും നമുക്ക് വേണ്ടു. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. മറന്നുപോയി, ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട്, അതായത് ഷുഗർ. നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഓക്കെ, ഷുഗർ മധുരം ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ, ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും നമുക്കിതിൽ കുറച്ച് ഷുഗർ ചേർക്കാം. പപ്പായക്ക് ഓൾറെഡി നല്ല ഷുഗർ ഉണ്ട്, നല്ല മധുരമുള്ള പപ്പായ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, നമുക്ക് വേണ്ടുന്ന നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ എന്നാലും ഇതൊന്ന് ഞാൻ അടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. മിക്സിയിൽ അടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് നട്ട്സ്, അതുപോലെ 2-3 മുന്തിരി, പിന്നെ വാട്ടർമെലോൺ ഇതൊക്കെ ഇട്ട് ഒന്ന് അടിഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി, നമുക്ക് ആവശ്യമുള്ളത് പോലെ എല്ലാ ഫ്രൂട്ട്സും ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം ഇടുവാണെങ്കിൽ, കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സമയത്ത്, ഇത് കോക്ടെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഐസ്ക്രീം ഇട്ട് അടിക്കാതിരിക്കാൻ മറക്കരുത്. ഐസ്ക്രീമാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇത് വരുന്നത്. അപ്പോൾ എന്നാലും ഞാൻ ഇതിലോട്ട് നമ്മുടെ ഇത് സെർവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോക്ടെയിലിൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ പപ്പായ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ആയിരിക്കും ഇരിക്കാം. അതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ മുന്തിരിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ കോക്ടെയിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നമ്മുടെ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു ഓൾ. അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച പുതിയ ഐറ്റംസുമായിട്ട് പുതിയ ഒരാൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും രുചിക്കൂടി ഈ പ്രോഗ്രാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ, സീ യു ഓൾ.